നമ്മുടെ ഏവർക്കും പ്രിയങ്കരനായ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ ഷാനവാസ് IAS അവർ, ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ശ്രീ VD സതീശൻ അവർ, ഈ സമ്മേളനത്തെ ഒരു മാമാങ്കമാക്കി മാറ്റിയ മലയാളത്തിന്റെ, നമ്മുടെ നാടിന്റെ, രാജ്യത്തിന്റെ മഹാനടൻ പത്മശ്രീ മമ്മൂക്ക, പ്രതിഭകളെ ആദരിക്കുന്ന സമ്മാന വിതരണം നടത്തിയ ഈ കലോത്സവത്തിന്റെ നെടുനായകത്വം സമാപന ചടങ്ങിൽ സ്വാഗതം പറയുന്നത് മുഴുവൻ ആളുകളെ ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് 62ാമത് സ്കൂൾ യുവജനോത്സവത്തിന്റെ സമാപന സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അടുത്തത് എൻ്റെ MLA-മാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ചൂടാകുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് കൂടുതൽ സുന്ദരൻ എന്ന്. ശരിക്കും അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഗേറ്റിന്റെ വാതിക്കൽ നിന്ന് കത്തിച്ചാൽ ക്ലാസ്സിലെത്തുമ്പോൾ മാത്രമാണ് എനിക്ക് എൻ്റെ അവസാന പുക കിട്ടുക. അതുവരെ ആരൊക്കെ ആ സിഗരറ്റ് വലിച്ചു എന്ന് എനിക്കറിയില്ല. ആ സിഗരറ്റ് വലിച്ചതിൽ ഒരുപാട് വിവേചനങ്ങൾ വേണമെങ്കിൽ നമുക്ക് തോന്നാവുന്ന ആളുകളുണ്ടാകാം. അതൊന്നും അന്ന് വിദ്യാർത്ഥികളായിരുന്നു ഞങ്ങളെ ബാധിച്ചിട്ടില്ല. ഇന്നും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അത് ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളത്. ഈ കൊല്ലത്ത് ഇത്ര ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചതിന് സംഘാടകരോടും ഇത്രയേറെ സഹകരണത്തോടെ, ഇത്രയേറെ ആവേശത്തോടുകൂടി ഇതിൻ്റെ പരിമസമാപ്തി കാണുവാനും, ഈ ഉത്സവങ്ങൾ കാണുവാനും, മത്സരങ്ങൾ കാണുവാനും ഒരു പരിമിതികളുമില്ലാതെ അവരെ പ്രോത്സാഹിപ്പിച്ച് കിരീടം ചാർത്തുവാനും പ്രോത്സാഹിപ്പിച്ച് ഇവിടുത്തെ ജനങ്ങളോട് കൂടെ നന്ദി പറയേണ്ടതുണ്ട്. കാരണം കൊല്ലംകാർക്കല്ല ഇവിടെ സമ്മാനം കിട്ടിയിരിക്കുന്നത്, കണ്ണൂരുകാർക്കാണ്, കണ്ണൂർ സ്ക്വാഡിനാണ്. അങ്ങനെ അതുപോലെ വേണമെങ്കിൽ കൊല്ലംകാരെ എല്ലാവരെയും കൂടെ പ്രോത്സാഹിപ്പിച്ച് നമ്മൾ നന്നാക്കാം. അങ്ങനെ പാടില്ല, അങ്ങനെ ചെയ്തില്ല. അത് തന്നെ ഈ കൊല്ലംകാരുടെ മഹത്വമായിട്ട് തന്നെയാണ് ഞാൻ.
ഈ മനസ്സാണ് നമ്മുടെ കേരളം. ഇതാണ് നമ്മൾ മലയാളികൾ, ഇതാണ് നമ്മൾ കേരളീയർ. ഇതെന്നെ നമ്മൾ അങ്ങോളം പുലർത്തും എന്ന് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ വിശ്വാസമുണ്ട്. ഇനിയും ഇതുപോലെയുള്ള മഹത്തരങ്ങളായ കലാപ്രകടനം കളിക്കാൻ എല്ലാ പാർട്ടിസിപ്പൻസിനും എല്ലാവർക്കും ആശംസകൾ നേരുന്നു. കൊല്ലംകാർക്ക് വീണ്ടും, കാരണം കൊല്ലം ഒരു വളരെ വ്യത്യസ്തമായ ജനസമൂഹമുള്ള സ്ഥലമാണ്. കൊല്ലത്തില്ലാത്തതൊന്നുമില്ല. ഞാൻ ഹോട്ടലിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഇവിടുത്തെ മത്സ്യസമ്പത്തിനെ പറ്റി പറയുകയുണ്ടായി. ഇത്രയും നല്ല മീൻ കിട്ടുന്നത് ഞങ്ങളുടെ നാട്ടിലാണെന്നായിരുന്നു എൻ്റെ ധാരണ. ഞാൻ ഈ അടുത്ത കാലത്ത് ഷൂട്ടിങ്ങിന് വന്നപ്പോൾ ഈ ഹോട്ടലിൽ ഏറ്റവും നല്ല മീൻ കിട്ടുന്നത് ഇവിടെ തന്നെയാണ്. കൊല്ലം എല്ലാം കൊണ്ടും സമ്പുഷ്ടവും സമ്പന്നവുമാണ്. നല്ല മനുഷ്യരെ കൊണ്ട് സമ്പന്നമാണ്. നല്ല പ്രകൃതി സമ്പത്ത് കൊണ്ടും സമ്പന്നമാണ്. കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്നാണ്. ഒരിക്കൽ കൂടി എത്തിച്ചേരും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ, ബഹുമാന